ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് ബജിയാണ്. അപ്പം എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന മുളക് ബജി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ബജിമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7-8 ബജിമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബജിമുളകിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പം ആദ്യം ഞാൻ മുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൂട്, അതായത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന കണക്ക് നടുക്കൂട് ഒരു വെട്ടിയിട്ട് നമുക്ക് കീറാം. അത് മൊത്തത്തിൽ കീറേണ്ട, പകുതി കീറിയാൽ മതി. എന്നിട്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് മസാല നമുക്ക് ഇങ്ങനെ കാണിച്ചേക്കുന്നത് നമുക്കിങ്ങനെ ഇറക്കി വെക്കാം. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ബജിമുളകിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ മുളകിനെ 2ആയിട്ട് കീറിയിട്ട് 2 പീസായിട്ട് നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അതല്ലാതെ നമുക്ക് ഒരു മുളകിന് മൊത്തത്തിലായിട്ട് വേണമെങ്കിൽ നമുക്ക് മസാല ചേർത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിപ്പം നടുക്കൂടെ ഞാൻ ആദ്യം കാണിച്ച കണക്ക് നടുക്കൂടെ വെട്ടിയിട്ട് മുളകെല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ ബാറ്ററിലേക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 3/4 കപ്പ് കടലമാവാണ് ഇടുന്നത്. അപ്പോൾ 3/4 കപ്പ് കടലമാവ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടണം. അപ്പം 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, ഒരു മഞ്ഞൾപ്പൊടി, നമ്മുടെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നമുക്കിടാം. ഇനി അതിട്ടതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഇടുന്നത് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാ മുളക് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് അത്രയും കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് എരി കുറച്ച് കുറവായത് കൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ വരെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഞാനിതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം വരുന്ന കായപ്പൊടി. അതിപ്പോൾ നമ്മുടെ ഒരു കയ്പ്പ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബജി ചില സമയത്ത് നമ്മൾ പൊരിക്കുമ്പോഴേക്കും അതിനകത്തോട്ട് എണ്ണ ഊറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എണ്ണ ഊറുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ബേക്കിംഗ് സോഡ ചേർക്കാം. അത് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു നല്ല ലൂസ് ആവാത്ത പരുവത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ ബാറ്റർ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അധികം ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റും അല്ലാത്ത പരുവാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഒരു മുളക് എടുത്തിട്ട് നമ്മുടെ ഈ മാവിലേക്ക് ഞാനൊന്ന് മുക്കി കാണിച്ചത്. അപ്പോൾ മുക്കുമ്പോൾ കണ്ടോ, ഈ നമ്മുടെ മാവെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ആ മുളകിനകത്ത് പിടിച്ചിരിക്കുക. അപ്പം അത് ഇളകി താഴോട്ട് പോകുന്നതേ ഇല്ല. അപ്പം ഇതാണ് ശരിക്കും ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പം ഒത്തിരി അങ്ങ് ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒലിച്ചങ്ങ് താഴോട്ട് പോവുകയും ചെയ്യും. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ ഭയങ്കര മാവ് കട്ടിക്കിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പരുവം. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബജികളെല്ലാം നമുക്കിതുപോലെ മാവിനകത്ത് നല്ലോണം മിക്സ് ചെയ്ത് കോട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം. അടുത്ത നമുക്ക് ഒരു പാത്രം നമുക്ക് നമ്മുടെ അടുപ്പിലേക്ക് വെക്കാം. വെച്ചിട്ട് പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബജി പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന എണ്ണ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് എണ്ണ നല്ല ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ആണെങ്കിലും ചെയ്യാം. ഞാനിപ്പം ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന എണ്ണ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എണ്ണ ചൂടായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തീ ഒന്ന് നമ്മുടെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബജികൾ ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പം തീ അധികം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉൾവശം നന്നായിട്ട് വേവുകയും ചെയ്യും, അധികം നമ്മൾ കരിഞ്ഞു പോകുന്നതും ഇല്ല. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. അപ്പോൾ നമുക്കിപ്പോൾ മറിച്ചിടുമ്പോൾ കാണാൻ കണ്ടോ, നല്ല
മുരിഞ്ഞിട്ടാണ് വരുന്നത്. അത് ഭയങ്കര ബ്രൗൺ കളറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ബജികളെയും നമുക്ക് തിരിച്ചിട്ട് നന്നായിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ബജികളെയും നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കി എല്ലാ ബജികളും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ എല്ലാ ബജിയും നമ്മൾ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചട്നി കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സൈഡ് ഡിഷായിട്ട്. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് നല്ല ക്രിസ്പി ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ മുളക് ബജി നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.